പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല വിശുദ്ധ വൈകിയ വേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിൽ പങ്കുകൊള്ളുന്ന എല്ലാ ബഹുമാനരായ ദൈവമക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ കരങ്ങളും ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. വിശേഷാൽ ഈ ദൈവസഭയുടെ അധ്യക്ഷനായ ദൈവത്താൽ നിയമിതനാക്കപ്പെട്ട ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ കോശി അവറുകൾ കുടുംബം, കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് ശുശ്രൂഷയിൽ കൈത്താങ്ങൽ നൽകുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ പാസ്റ്റർ ഷിജു പാസ്റ്റർ, കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ ജോർജ് അവറുകൾ, ഒപ്പം മറ്റ് ശുശ്രൂഷയിൽ കൈത്താങ്ങൽ നൽകുന്ന സഹശുശ്രൂഷകന്മാർ, സഹോദരങ്ങൾ, നാട്ടിൽ നിന്ന് കടന്നു വന്ന ബഹുമാന്യ പ്രിയ ജെയിംസ് ഷാന കുടുംബം, ഒപ്പം എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ആത്മീയ സുഹൃത്തുക്കൾ, പ്രിയ ടോംസൺ, സിസ്റ്റർ സിൻഡ, വന്നു ചേർന്ന എല്ലാ ദൈവമക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് എല്ലാവരെയും കൂടെ ഒന്ന് കണ്ടതാണ്. പിന്നെ ഇന്നാണ് എല്ലാവരെയും കൂടെ ഒരുമിച്ചെന്ന് കാണുന്നത്. 6 ദിവസമായി മീറ്റിങ്ങുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവാത്മാവ് നമ്മുടെ നടുവിൽ വൻകാര്യങ്ങൾ ചെയ്യുന്നു. ആമേൻ. നിങ്ങളെപ്പോലെ തന്നെ ഞാനും വളരെ സന്തോഷമുള്ളവനാണ്. ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ വക്താവായി ഓരോ നിമിഷം നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിൽ അത് വലിയ പദവി തന്നെയാണ്. ഞാനെപ്പോഴും എവിടെയും പറയുന്നൊരു കാര്യമാണ്, എനിക്ക് ദൈവം നൽകിയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വചനത്തിൻ്റെ വാതിലുകൾ തുറന്നു എന്നുള്ളതാണ്. എൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആമേൻ. ദൈവം നൽകിയ ആദരവുകളും പദവിയെല്ലാം ദൈവവചനത്തിനാണ് എല്ലാറ്റിനും മാനവും മഹത്വവും കൊടുക്കുന്നത്. ഈ ദേശത്തും കടന്നു വന്ന് നിങ്ങളുടെ നടുവിൽ ദൈവവചനം പങ്കുവയ്ക്കുന്നതിൽ ഒത്തിരി അധികം സന്തോഷമുണ്ട്. നിങ്ങളും ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ദൈവമുഖത്തേക്ക് നോക്കാം. സഭായോഗമാണ്. വളരെ കൃത്യമായ നിലകളിൽ സമയങ്ങൾ ക്രമീകരിക്കപ്പെടേണ്ടതുണ്ട്. ദൈവവചന ധ്യാനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം കൂടെ ദൈവസന്നിധിയിൽ അടയട്ടെ. ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ ഏകാഗ്രമാകണം. ആമേൻ. കർത്താവെ, കഴിഞ്ഞ 6 രാത്രികൾ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്ന അങ്ങയുടെ ഇമ്പമാർന്ന ദയ ഈ രാത്രിയിലും ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും വായികൾ തുറന്ന് ഹൃദയംഗമായി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങാം. ഇന്ന് രാത്രിയിലും നമ്മളോട് സംസാരിക്കാൻ നമ്മുടെ ദൈവം മതിയായവനായി. ഹല്ലേലൂയ. നമ്മുടെ പരമാധികാരമുള്ള കർത്താവ് ആമേൻ ഈ പ്രാർത്ഥനാ മുറിയിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. എല്ലാവരുടെയും ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ ഏകാഗ്രമാകട്ടെ. എല്ലാവരുടെയും അധരങ്ങൾ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ. ഇമ്പമുള്ള ജീവിതവും ഏറെ ധന മാനങ്ങളും ഇമ്പമുള്ള ജീവിതവും ഏറെ ധന മാനങ്ങളും തുമ്പമറ്റ സൗഖ്യങ്ങളും
പുത്രൻ മുഖാന്തരം സമയഭേദമന്യേ തിരുസന്നിധി അണയുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വലിയ പദവിക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ രാത്രിയിലും തൻ്റെ ജനത്തോടങ്ങ് സംസാരിക്കണം. ഞങ്ങളോട് ഈ അണഞ്ഞത് അങ്ങയുടെ പാദപീഠമാണ്. അപ്പാ, ഞങ്ങൾക്കൊന്ന് ആശ്രയിക്കാനും അഭയം ചൊല്ലാനും ഞങ്ങൾക്കൊന്ന് ബലമേറ്റെടുക്കാനും ധൈര്യം പ്രാപിക്കുവാനും അങ്ങയുടെ സന്നിധി അല്ലാതെ മറ്റൊന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് അങ്ങിൽ ആശ്രയിക്കുന്നു. തൻ്റെ ജനത്തോടങ്ങ് മനസ്സിലിയണമേ. ഈ രാത്രിയിലും ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കണം. കുഞ്ഞുകുട്ടി അപാലവൃദ്ധം കർത്താവിൻ്റെ തിരുകൃപയിൽ പൊതിയുമാറാകണം. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. ക്രൂശിൻ്റെ മറവിൽ മറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു തുടങ്ങിയ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ആദ്യ ദിവസം മുതൽ ആത്മനിറവ് എന്ന വിഷയത്തെ ആധാരമാക്കിക്കൊണ്ട് 1, 2, 3, 4 ദിവസങ്ങൾ നമ്മൾ തിരുവെഴുത്തുകളെ ധ്യാനിച്ചു കൊണ്ടിരുന്നു. 5-ാം ദിവസം അകത്തെ മനുഷ്യൻ എന്ന വചന ധ്യാനത്തിലേക്ക് നമ്മൾ വഴിതിരിഞ്ഞു. എന്നാൽ കഴിഞ്ഞ രാത്രിയിലെ പ്രാർത്ഥന പ്രിയ ജോയിച്ചാൻ്റെ ഭവനത്തിൽ ക്രമീകരിക്കപ്പെട്ടതുകൊണ്ടും സാഹചര്യവശാൽ നമ്മൾ തുടങ്ങി വച്ച സന്ദേശത്തിൻ്റെ തുടർച്ചയിലേക്ക് പോകുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് രാത്രി അതിൻ്റെ തുടർ ചിന്തകളിലേക്ക് പ്രാർത്ഥനയോടെ കടന്നു വരികയാണ്. നമ്മൾ ചിന്തിച്ചു തുടങ്ങിയ നമ്മുടെ കുറിവാക്യം എഫെസ്യ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ്. ആ വാക്യം മാത്രം ഒരിക്കൽ കൂടെ വായിച്ചു കേൾക്കുമല്ലോ. മതി. വളരെ പരിചയമുള്ള ഒരു തിരുവചന ഭാഗമാണ് വായിച്ചു കേട്ടത്. സ്തോത്രം. നമ്മൾ ഇതിൻ്റെ ആമുഖ ഭാഗങ്ങളൊക്കെ വളരെ ഗൗരവമായി ധ്യാനിക്കുകയുണ്ടായി. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് മാത്രം വന്ന് വളരെ വേഗം പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ഞാനും ശരണപ്പെടുകയാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ശ്രദ്ധേയമായ പ്രാർത്ഥനകളുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ആമേൻ. നമ്മൾ ആത്മനിറവ് സംബന്ധിച്ച ആദ്യ വാക്കിൽ ആത്മനിറവ് ഒരു കൽപ്പന എന്ന് നമ്മൾ പഠിച്ചതുപോലെ തന്നെ അത്രയും തുല്യമായ തൂക്കം കൊടുക്കാവുന്ന മറ്റൊരു പ്രാർത്ഥനാ വാചകമാണിത്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കണം. അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കണം എന്ന് നമ്മൾ ധ്യാനിച്ചു തുടങ്ങുമ്പോൾ ആദ്യ ഭാഗം ശരീരത്തിൻ്റെ അവസ്ഥയാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. എന്താണ് ശരീരം? എന്താണ് ശരീരത്തിൻ്റെ അവസ്ഥ? വാക്യങ്ങളൊന്നും ആ ഭാഗത്ത് വായിപ്പിക്കുന്നില്ല, എങ്കിലും വരാത്തവരാണ് ഭൂരിഭാഗവും. അതുകൊണ്ട് തന്നെ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ചെറു സൂചന മാത്രം തന്ന് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ശരീരത്തിൻ്റെ അവസ്ഥ സംബന്ധിച്ച് വായിക്കണമെന്നില്ലെങ്കിലും ആ ഭാഗം എന്ന് പറഞ്ഞു വിടാം. റോമാലേഖനത്തിൽ 8-ാം അധ്യായം 19, 20, 21 വാക്യങ്ങളിലൊക്കെ, അതുപോലെ തന്നെ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 50-ാമത്തെ വാക്യം തുടങ്ങിയ വാക്യശകലങ്ങളെ ആധാരമാക്കിക്കൊണ്ട് എന്താണ് നമ്മുടെ ശരീരം, ശരീരത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത് ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിലാണ്. ഈ ശരീരം ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിലാണ്. ഇത് മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. നമ്മുടെ വഴികളിൽ നാം കാണുന്നത് ഈ ദ്രവത്വം അതിൻ്റെ അടയാളങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കും. സ്തോത്രം. ഓരോ ദിവസങ്ങളും എണ്ണി എണ്ണി കഴിയുമ്പോഴും ഇത് മണ്ണിലേക്ക് മടങ്ങാനുള്ള വഴിയിലാണ്. എന്നാൽ നാം മറന്നുപോകുന്നൊരു യാത്രയുണ്ട്. ആത്മാവാം ദൈവത്തിങ്കിലേക്ക് ഈ യാത്ര ചെയ്യണം. സ്തോത്രം. നമ്മൾ ആ ഭാഗമാണ് മുൻതൂക്കം കൊടുത്ത് സംസാരിക്കുന്നത്. ഞാൻ അതിൻ്റെ തുടർ ചിന്തകളിലേക്ക് തന്നെ വരുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഈ ബോഡിയെ സംബന്ധിച്ച്, ഈ ശരീരത്തെ സംബന്ധിച്ച് ആകുലപ്പെടാൻ, വ്യാകുലപ്പെടാൻ, വേദനപ്പെടാൻ നമുക്ക് അനുവാദമില്ല. ആമേൻ. വേദനകൾ, നിരാശകൾ, ദുഃഖങ്ങൾ, ഈ ശരീരത്തിൻ്റെ വികാര വിചാരങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ ആ വികാര വിചാരങ്ങളെ ആധാരമാക്കിയല്ല ഭക്തന്റെ ജീവിതം. ആമേൻ. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവിൻ്റെ നിയമങ്ങളാണ് ആമേൻ നമ്മെ ഈ മണ്ണിൽ ജയാളികളായി
ജീവിക്കുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്നത്. സ്തോത്രം. ഇനി ഞാൻ ഈ സന്ദേശത്തിന്റെ തുടർഭാഗത്തേക്ക് വരുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ച ഭാഗത്തിൽ പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്: ശരീരത്തെ പ്രതി നിങ്ങൾ വേദനപ്പെടാൻ പാടില്ല. ഇതിലെ രോഗം, ഇതിലെ ക്ലേശം, ഇതിലെ നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, ഇതിൻ്റെ വ്യാധികൾ, വ്യാകുലങ്ങളെ പ്രതി നിങ്ങൾ വേദനപ്പെടാൻ പാടില്ല. കാരണം ഈ ശരീരത്തെക്കുറിച്ച് ചില വർണ്ണനകൾ തിരുവെഴുത്തിൽ പറയുന്നുണ്ട്. റോമാലേഖനം 7-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിക്കാം. റോമാലേഖനം 7-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഒരു ശ്രദ്ധേയമായ ഒരു അഭ്യർത്ഥനയാണ്, അപേക്ഷയാണ്. എന്താണ്? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. നമ്മുടെ ശരീരത്തെ പൗലോസ് വർണ്ണിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രയോഗമാണ് ഇത്. മരണത്തിന് അധീനമായ ശരീരമാണ്. ഈ മരണത്തിന് മുമ്പ് വരെ ചിലപ്പോൾ മുഴ മാറിയെന്ന് വരാം, മുടന്നു മാറിയെന്ന് വരാം. ആമേൻ. ഇല്ലെന്നൊന്നും വാദിക്കുന്നില്ല. അതൊക്കെ നടക്കാതിരിക്കുന്നതാണ് നമ്മൾ ആശങ്കപ്പെടേണ്ടത്. കർത്താവുള്ളിടത്ത് അത്ഭുതങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അത്ഭുതങ്ങളല്ല വലിയ കാര്യം. ആമേൻ. നമ്മുടെ ആത്മീയ യാത്ര അകത്തെ മനുഷ്യനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ആമേൻ. സ്തോത്രം പറയണം. ശ്രദ്ധയോടെ കേൾക്കൂ. ഇവിടെ പൗലോസ് പറയുന്നത് ഇതെന്താണ്? മരണത്തിന് അധീനമായ ശരീരമാണ്. സ്തോത്രം. നമ്മളെല്ലാവരും നിങ്ങളുടെ മുഖം വാസ്തവത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് തന്നെ നമ്മുടെ മുഖം ഓർമ്മയില്ല, അതറിയാമല്ലോ അല്ലേ? അതുകൊണ്ടാണ് വീട്ടിൽ 1.5 മണിക്കൂർ കണ്ണാടി നോക്കും, ഇറങ്ങാൻ നേരം നോക്കും. തിരുവെഴുത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ദൈവവചനം അനുസരിക്കാത്തവൻ ഈ കൂടെ കണ്ണാടി സ്വാഭാവിക മുഖം കാണാൻ നമുക്ക് തന്നെ ഓർമ്മ കിട്ടാറില്ല. അമ്മേ സ്തോത്രം. എങ്കിലും ഞാൻ പറയാം, നമ്മൾ ഈ പൊന്നുപോലെ സൂക്ഷിക്കുന്നതൊക്കെ ഒടുവിൽ എവിടെ കൊടുക്കണം? മരണത്തിന് കൊടുക്കണം. ഇത് മരണത്തിന് അധീനമാണ്. സ്തോത്രം. നിങ്ങൾ മരിച്ച് കല്ലറയിൽ ഉയർത്ത വ്യക്തിയായിരിക്കാം, മോർച്ചറിയിൽ എഴുന്നേറ്റ് വന്ന വ്യക്തിയായിരിക്കാം, മുടന്തു മാറിയെന്നിരിക്കാം, മുഴ മാറിയെന്നിരിക്കാം. എത്ര വലിയ അത്ഭുതങ്ങൾ ഈ ശരീരത്തിൽ നടന്നാലും ഒരു ദിവസം നമ്മൾക്ക് മുകളിലും ഈ മരണം വാണിരിക്കും. മരണത്തിന് അധീനമാണ്. ലാസർ ജീവനോടില്ലല്ലോ, ഇവിടെ ഉയർത്ത പലരും ജീവനോടില്ലല്ലോ. അത്ഭുതങ്ങൾ കണ്ടവർ, അടയാളങ്ങൾ കണ്ടവർ എല്ലാവരും ആ കാലത്ത് അത്ഭുതങ്ങളെ ആസ്വദിച്ചു. എന്നാൽ യഥാർത്ഥ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ആമേൻ, ഒരു ദിവസം ഇത് മരണത്തിന് വിട്ടുകൊടുക്കണം. ആമേൻ. ചിലർ മരുന്ന് കഴിക്കാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ളവരെ ഞാൻ വളരെ ബഹുമാനിക്കുന്നു. മരുന്ന് കഴിക്കുന്നവരപ്പോൾ തെറ്റുകാരെന്നല്ല. ചിലർ പറയുന്നു ഞങ്ങൾ മരുന്ന് കഴിക്കുന്നില്ല. ആമേൻ. മരുന്ന് കഴിക്കുന്നില്ല എന്ന് പറയുമ്പോഴും അവരെ ഒന്ന് നന്നായിട്ട് പരിശോധിച്ചോ മനസ്സിലായി, അവർ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നില്ല. പനിക്കൂർക്കിട്ട് ആവി പിടിക്കുന്നുണ്ട്. ആമേൻ. തുളസിയിലിട്ട് ആവി പിടിക്കുന്നുണ്ട്, കുരുമുളക് വെള്ളം കുടിക്കുന്നു, കടുങ്കാപ്പി കുടിക്കുന്നു. ഇംഗ്ലീഷ് മരുന്നിനെ വെല്ലുന്ന ചികിത്സകൾ അവർ ചെയ്യുന്നുണ്ട്. കടുകെണ്ണ ഇടുന്നുണ്ട്. സ്തോത്രം. എനിക്കൊരു ദൈവദാസനെ അറിയാം. അവര് അനുഗ്രഹീതരായ ദൈവദാസൻ കുടുംബമാണ്. ആമേൻ. അവർ മരുന്ന് കഴിക്കില്ല. മരുന്ന് കഴിക്കില്ല എന്ന് തന്നെയല്ല, അതിൻ്റെ മുകളിലൊരു കൈ കൊണ്ട് തലോടുക പോലുമില്ല. വേദന വരുമ്പോഴും സ്തോത്രം പറഞ്ഞ് അതിന് വില കൊടുക്കുന്നവരുണ്ട്. സ്തോത്രം. അത്ഭുതങ്ങൾ കുറഞ്ഞു പോയിട്ടില്ല. ഞാൻ ഈ ഉഴപ്പന്മാരെയാണ് പിടിക്കുന്നത്. ചിലർ ആശുപത്രി കയറില്ല എന്നൊക്കെ വാശി പിടിക്കാറുണ്ട്. ആമേൻ. ഞാൻ ഇത് കൃപയാൽ ഇന്ന് വരെ 40 വർഷമായി ജലദോഷം പോലും വന്നിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങളെ കർത്താവിനും വേണ്ട, ദൈവത്തിന് ആമേൻ പിശാചിനും വേണ്ട. പ്രതികൂലങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. എന്നാൽ അതിപ്രധാനം മറ്റൊരാളുടെ വിടുതലുമായി നിങ്ങൾ താരതമ്യം ചെയ്യണ്ട. വേറൊരാളുടെ അത്ഭുതമായി നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ താരതമ്യം ചെയ്യണ്ട. ആമേൻ. വേറൊരാളുടെ കഷ്ടതയും നിങ്ങളുടെ കഷ്ടവുമായി നിങ്ങൾ താരതമ്യം ചെയ്യണ്ട. ആമേൻ. നമ്മൾ ഒരാൾക്ക് പരിഹാരം കിട്ടി, എനിക്ക് പരിഹാരം കിട്ടിയില്ലോ, ഒരാൾക്ക് വിടുതൽ കിട്ടി, എനിക്ക് വിടുതൽ കിട്ടിയില്ലല്ലോ എന്നോർത്തൊന്നും വേദനപ്പെടണ്ട. വിടുതൽ കിട്ടിയവനും കർത്താവിനുള്ളവൻ, വിടുതൽ കിട്ടാത്തവരും കർത്താവിനുള്ളവർ. ആമേൻ. ദൈവത്തിന് അതിൻ്റെ മീതെ ആത്യന്തികമായ പദ്ധതികളുണ്ട്. സ്തോത്രം.
ആമേൻ. നോക്കൂ, ഞാനിവിടെ പറഞ്ഞ കാര്യം, ഇവിടെ പൗലോസിന്റെ പ്രാർത്ഥന കേട്ടോ, മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? മരണത്തിന് അധീനമായ ശരീരത്തിന്റെ വിടുതലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ശരീരത്തിൽ നിന്നുള്ളൊരു വിടുതലിന് വേണ്ടി കൊതിക്കുന്ന എത്ര പേരുണ്ട്? ഇത് മരണത്തിന് അധീനമായ ശരീരമാണ്. അമ്മേ, ഇതിന്റെ ഒരു പേരാണ് മരണത്തിന് അധീനമായ ശരീരം. റോമാലേഖനം 8-10 വാക്യത്തിൽ 10-11 ഇത് മർത്യ ശരീരമാണ്. ഇത് മർത്യ ശരീരമാണ്. ആമേൻ. 10-11 വാക്യങ്ങൾ ഇത് മർത്യ ശരീരമെന്ന് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റ വ്യവസ്ഥ, ദൈവമക്കളെ, മരണത്തിനാണ് ഇതിൻ്റെ മേലുള്ള അന്ത്യമായ അധികാരം. ആമേൻ. ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ കൂടെ പറയിപ്പിക്കേണ്ടി വരുന്നു. ഹല്ലേലൂയ. നമുക്ക് ഞങ്ങളുടെ ഒഡീഷയിൽ ഞങ്ങൾ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്താലോ? ബോലോ യേശു മസീഹ് കീ. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കണം, ഇത് മരണത്തിനെതിരെ ശരീരമാണ്. എന്തൊക്കെ ചെയ്താലും ഒരിക്കലും ഇത് എന്ത് ചെയ്യണം? തിരികെ കൊടുക്കണം. ആമേൻ. ജനിച്ച അല്ലെങ്കിൽ ആ സൗന്ദര്യത്തോടെ ഇരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ലല്ലേ? സ്തോത്രം. നമുക്കത്, പക്ഷെ നമ്മൾ നമ്മുടെ പ്രായം ഒന്നും സമ്മതിക്കുന്നില്ല എന്നുള്ള കാരണം നമ്മൾ മരണത്തിലേക്ക് യാത്രയാണെന്ന് സമ്മതിക്കുന്നില്ല. നമുക്ക് സമ്മതിക്കാൻ വയസ്സ് ജസ്റ്റ് നമ്പറാണെന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്ന, അങ്ങനെ നമ്പർ ഇറക്കുന്ന ആളുകളുണ്ട്. കാരണം മനസ്സിനെ അങ്ങോട്ട് കാലം കഴിയുന്നു എന്ന് വിശ്വസിപ്പിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്തോത്രം. ഞാൻ ആ ഭാഗമൊക്കെ വിടുകയാണ്, പ്രധാനപ്പെട്ടതിലേക്ക് ഓടി വരണമല്ലോ. ഇവിടെ പറയുന്നു ഇത് മർത്യ ശരീരമാണ്, ഇത് മരണത്തിനധീന ശരീരമാണ്. അപ്പോൾ എനിക്ക് ഈ 2 വാക്യങ്ങളിൽ നിന്നും ദൈവമക്കളോട് നൽകാനുള്ള പ്രബോധനം ഇതാണ്: ആത്മീയ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ശരീര സംരക്ഷണമല്ല. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ശരീര സംരക്ഷണമല്ല ആത്മീയ ജീവിതത്തിന്റെ ലക്ഷ്യം. ഇത് കഷ്ടങ്ങൾക്ക് ഈ പൗലോസൊക്കെ അല്ലെങ്കിൽ പത്രോസ് അത്ഭുതം കണ്ട വിശ്വാസത്തിലേക്ക് വന്നേ ആണോ? തന്നെ വിളിച്ചു വേർതിരിക്കുമ്പോൾ പടക് നിറയെ മത്സ്യം വാരി കൂട്ടിയ വിശ്വാസ ജീവിതം തുടങ്ങുന്നത്, അല്ലെങ്കിൽ യേശുവിനോടൊപ്പമുള്ള യാത്ര ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ ആ അത്ഭുതം കണ്ട് താൻ ക്രിസ്തുവിലേക്ക് വന്നു. കുറെ കാലം കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യം ചെയ്യ്, അമ്മേ, നീ ചൂണ്ടയിട്, നീ കടലിൽ പോ, ആദ്യം കിട്ടുന്ന മത്സ്യത്തിൻ്റെ വായിൽ ചതുർദ്രഹ്മപ്പണമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കർത്താവിങ്കിലേക്ക് വന്നപ്പോൾ ഉയർച്ചയാണോ ഉണ്ടായത്, താഴ്ചയാണോ? പണ്ട് ഇറങ്ങിയപ്പോൾ എന്തുമായിരുന്നു? പടക് നിറയെ മത്സ്യം വാരിക്കൂട്ടിയ ശുശ്രൂഷ തുടങ്ങിയത്. ഇപ്പം അവസാനം ചൂണ്ട എടുക്കേണ്ട അവസ്ഥയിലേക്ക് വന്നല്ലോ. സ്തോത്രം. ആമേൻ. പറയാം, നിങ്ങൾ നോക്കണം, നിങ്ങൾക്ക് തുടക്കകാലത്ത് കിട്ടുന്ന പരിഗണനയല്ല വളർച്ചാകാലത്ത് ലഭ്യമാകുന്നത്. സ്തോത്രം. രക്ഷിക്കപ്പെടുന്ന നാളിൽ കിട്ടുന്ന ആ തലോടലും താങ്ങലും ഒന്നും വളർച്ചാകാലത്ത് എന്ത് ചെയ്യില്ല. അവിടെ ദൈവം ആഗ്രഹിക്കുന്നത് പക്വമാർന്ന ഒരു ആത്മവളർച്ചയാണ്. നിങ്ങൾ വസ്ത്രത്തിന്റെ അഗ്രം തൊട്ടായിരിക്കാം സൗഖ്യമായത്, അങ്ങനെ ആയിരിക്കാം യേശുവിനോടൊപ്പമുള്ള യാത്ര ആരംഭിച്ചത്. പക്ഷെ അടുത്ത പ്രതിസന്ധി വരുമ്പോൾ, ഒരു 5 വർഷം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് അടുത്തൊരു പോരാട്ടം വരുമ്പോൾ, അടുത്ത പ്രതികൂലം വരുമ്പോൾ വീണ്ടും വസ്ത്രത്തിന്റെ അഗ്രം തേടരുത്. അത് ബാലപാഠമാണ്. കർത്താവ് പത്രോസിനോട് കൂടിയിരുന്ന്, മോനെ ഇവിടെ വലയിട്, ആമേൻ, ഇവിടെ വലത്തുഭാഗത്ത് വലയിട്, ആഴത്തിലൊട്ട് നീക്ക്, കൂടിരുന്ന ആദ്യപടി സഹായിച്ചു. എന്നാൽ അടുത്തൊരു കുറെ വളർച്ചാകാലങ്ങൾ പിന്നിടുമ്പോൾ, കുറെ കാലം കഴിഞ്ഞപ്പോൾ പത്രോസിനോട് പറഞ്ഞത്, കുഞ്ഞെ, ഇനി നിന്റെ പ്രതിസന്ധിയിൽ നീ തന്നെ യാത്ര ചെയ്യേ, നീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യ്, നീ ചൂണ്ടയിട്, ആമേൻ, നീ മീൻ പിടിക്ക്, അതിലിരിക്കുന്ന ആ ചതുർദ്രഹ്മ പണമെടുത്ത് നീ അവിടെ കൊടുക്ക്. ആമേൻ. ഒറ്റയ്ക്ക് അവൻ്റെ വിഷയങ്ങളെ തീരുമാനമെടുക്കാനും ദൈവശബ്ദത്തെ അനുസരിച്ചുകൊണ്ട്, കർത്താവിൻ്റെ ശബ്ദത്തെ അനുസരിച്ചുകൊണ്ട് അവൻ്റെ വിഷയങ്ങളെ ആമേൻ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തന്നെ കർത്താവ് പ്രാപ്തമാക്കുകയാണ്.
പക്ഷെ പിൽക്കാലത്തേക്ക് വരുമ്പോഴോ വിടുതലേ വിഷയമല്ല എന്ന നിലയിലേക്ക് താനും മാറ്റപ്പെടുകയാണ്. തൻ്റെ മരണമൊക്കെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിടുതലൊന്നും വിഷയമല്ല എന്ന നിലയിൽ എന്നെ തലകീഴായി ഒന്ന് ക്രൂശിച്ചാൽ മതി എന്ന് പറഞ്ഞ് താൻ ആ മരണം വഹിക്കുകയാണ്. വിടുതൽ തന്നേ മതിയാകൂ, മാനിച്ചേ മതിയാകൂ, ഉയർത്തിയേ മതിയാകൂ എന്ന ശാഠ്യബുദ്ധിയും സമരമുറയെല്ലാം മാറ്റിവെച്ചിട്ട് കൃത്യമായ ആത്മവളർച്ചയിലേക്ക് വരണം. ഒരാമേൻ പറഞ്ഞാട്ടെ. ഞാൻ അതിലേക്കാണ് ഇന്ന് രാത്രി വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യൻ കരുത്തുള്ളവനായി മാറണം, പുറത്തെ മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല. നമ്മൾ ഈ സന്ദേശം സംബന്ധിച്ച തുടക്ക ഭാഗത്ത് പറഞ്ഞൊരു ഭാഗമുണ്ടല്ലോ, നമ്മുടെ ആത്മവളർച്ചയുടെ ക്രമം എങ്ങനെയാണ്? ദേഹം ദേഹി ആത്മാവല്ല, ആത്മാവ് പ്രാണൻ ദേഹം എന്ന ക്രമത്തിലായിരിക്കണം. ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്തോ ദേഹിയെ ഡിപ്പെൻഡ് ചെയ്തോ ആത്മാവിൽ അഡ്ജസ്റ്റ് ചെയ്യുകയല്ല വേണ്ടുന്നത്. ആത്മാവിന് കർത്തൃത്വം കൊടുക്കണം, ദേഹത്തിന് അടിമത്വം കൊടുക്കണം. ആമേൻ പറഞ്ഞാട്ടെ. അകത്തെ മനുഷ്യന് അധികാരം കൊടുക്കണം, പുറത്തെ മനുഷ്യന് അടിമത്വം കൊടുക്കണം. ഇതാണ് ആത്മീയ ജീവിതം. നിങ്ങളുടെ പ്രാർത്ഥന തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ രോഗമല്ല, നിങ്ങളുടെ ശാരീരിക സ്ഥിതികളല്ല. നിങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ തീരുമാനിക്കേണ്ടുന്നത് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ തീരുമാനിക്കണം. എവിടെ ആരാധിക്കണം, എവിടെ സ്തോത്രം പറയണം. അവൻ ചങ്ങലയിലും പാടും, തീയിലും നൃത്തം വയ്ക്കും. ഏത് പ്രതിസന്ധിയിൽ അവൻ ദർശനങ്ങളെ കാണും, ദൈവ മഹത്വം അറിയും. കാരണം പുറത്തുനിന്ന് അകത്തേക്കല്ല, അകത്തുനിന്ന് പുറത്തേക്കാണ് ആത്മജീവിതം നയിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. ആത്മീയ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്തല്ല? ശരീര സംരക്ഷണം അല്ല. ചില മുഴയൊന്നും മാറിയില്ലെന്ന് ഓർത്തുകൊണ്ട് വേദനപ്പെടരുത്. ചില രോഗങ്ങളിൽ നിന്ന് സൗഖ്യമായില്ലല്ലോ എന്നോർത്തുകൊണ്ട് ഭാരപ്പെടരുത്. അതിന് മീതെ ചെയ്യാൻ ദൈവത്തിന് ഹല്ലേലൂയ നമ്മെ കുറിച്ച് പദ്ധതിയുണ്ട്. ചേർന്ന് രാമൻ പറഞ്ഞാട്ടെ. എനിക്കറിയാം നിങ്ങൾ ആ ഭാഗത്തുകൊണ്ട് വേണ്ടവണ്ണം സഹകരിക്കുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. കുഴപ്പമില്ല. റോമാലേഖനം 8-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ആമേൻ വളരെ വ്യക്തമായി പറയുന്നൊരു ഭാഗമുണ്ട്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സ് വിചാരിച്ചാൽ. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വായിക്കാമോ? നമ്മിൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ. നിങ്ങളെല്ലാവരും അങ്ങനൊന്ന് എണ്ണാവോ? നിങ്ങൾ കൊന്നാൽ ഇത് എണ്ണുകയില്ല. അല്ലെങ്കിൽ ഇടനിലക്കാര് സമ്മതിക്കുകയില്ല. കാരണം നിങ്ങളെല്ലാവരും ഈ കഷ്ടവും ദുഃഖവും ദുരിതവും ഈ പ്രയാസവും പ്രശ്നവും ഒക്കെ സാരമില്ലെന്ന് എണ്ണുകയാണെങ്കിൽ പലതിൻ്റെയും അവർ പലതും കഷ്ടത്തിലാവും. കാരണം നിങ്ങൾക്കൊക്കെ കഷ്ടമുള്ളത് കൊണ്ടാണ് പലതിൻ്റെയും കഷ്ടം മാറിക്കിടക്കുന്നത്. ഹലോ, കാര്യം മനസ്സിലായില്ലല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ യഹോവ അരുളി ചെയ്യാതിരിക്കുക, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി. നമ്മുടെ ഒരു ദൈവദാസൻ പറഞ്ഞ വാക്ക് കടമെടുക്കുകയാണ്. നമ്മുടെ പരുവം കാണുമ്പോഴേ അറിയാം ഇവൻ ഏതാണ്ട് പരുവക്കേടി വന്നിരിക്കുകയാണെന്നുള്ളത്. നമ്മുടെ മുഖം കാണുമ്പോഴറിയാം എന്തൊക്കെയോ വിഷയമുണ്ടെന്ന്. പിന്നെ ഞാൻ കാണുന്ന നമ്മുടെ ഇടയിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ തൊടുമ്പോൾ അവിടെ കരയും. ആമേൻ. ഞാനിപ്പോൾ നമ്മുടെ ഷൈനിച്ചാൻ്റെ തലയിൽ കഴിഞ്ഞ് ദൂത് പറയുകയാണെങ്കിൽ ആ മൂലയ്ക്ക് ഇരിക്കുന്ന ഒരാൾ കരയും. കാരണം അടുത്ത ദൂത് എനിക്ക് വേണം. നിങ്ങളല്ല ഇച്ചിരി ഗൗരവമായിട്ടൊരു യോഗത്തൊന്നും ഇരുന്ന് നോക്കി, ഒറ്റ ദൂത് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇച്ചിരി മുഖമൊക്കെ കടുപ്പിച്ചൊന്ന് ഇരുന്ന് നോക്കി, ഒരാൾ നിങ്ങളെ മൈൻഡ് ചെയ്യത്തില്ല. നിങ്ങളെ വിഷമിച്ചുള്ള മുഖം കാണുമ്പോഴേ അറിയാം എന്തോ വിഷയത്തിനകത്ത്. ഹലോ സഹോദര, നിങ്ങളെല്ലാവരും പറയണം നമ്മിൽ എനിക്കൊരു തേജസ്സ് വെളിപ്പെടാനുണ്ട്. ഞാനതിനെ ഇങ്ങനെ രണ്ടാം ഭാഗത്തേക്ക് നിർത്തി പറയാം. നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയാണ് പറഞ്ഞത് മരണത്തിന് അധീനമാണ്. എന്നാൽ ഈ ശരീരത്തിനൊരു പ്രത്യാശയുണ്ട്, അത് മറന്നു പോകരുത്. ഇതിൻ്റെ അവസ്ഥ കണ്ട് വേദനപ്പെടാനല്ല. രണ്ടാമത്തെ ഭാഗം, ഈ ശരീരത്തിൻ്റെ പ്രത്യാശ നിങ്ങൾ മറന്നു പോകരുത്. ഇതിൻ്റെ മേലൊരു തേജസ്സ് വെളിപ്പെടാനുണ്ട്. അത് സൗഖ്യത്തിന് മീതെയാണ്, അത് അത്ഭുതത്തിന് മീതെയാണ്, അത് അടയാളങ്ങൾക്ക് മീതെയാണ്, അത് മുഴ മാറുന്നതിനും അപ്പുറമാണ്. പറ, എൻ്റെ മേലൊരു തേജസ്സ് വെളിപ്പെടാനുണ്ട്. അത് ഓർത്തിട്ട് പറയണം, ഈ കഷ്ടങ്ങൾ സാരമില്ല. ഈ രോഗം നിങ്ങളുടെ സകല പ്രശ്നങ്ങളെയും ഒരു ലിസ്റ്റായി കണ്ടിട്ട് അതിന്റെ മീതെ ഒരു വാക്ക് പറയണം, ഇത് സാരമില്ല, എൻ്റെ മേലൊരു തേജസ്സ് വെളിപ്പെടാനുണ്ടല്ലോ.
എന്തൊരു നിശബ്ദത. നേരെ മറിച്ച് ഞാൻ ചാടി അങ്ങോട്ട് ഇറങ്ങി. ചില കഷ്ടത ഞാൻ കാണുന്നെന്ന് പറഞ്ഞ് ചാടി അങ്ങോട്ട് ഇറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ ഓലോല കരയും നിങ്ങൾ ഇവിടെ ഇരുന്ന്. ഹലോ, ആമേൻ, ഹല്ലേലൂയ പറയണം. സാരമില്ല. രോഗത്തെ നോക്കി പറ, കൂടിപ്പോയാൽ നീ എന്റെ ശരീരത്തെ ബാധിക്കുമായിരിക്കും, അങ്ങേ അറ്റം പോയാൽ നീ എന്റെ കല്ലറ കയറ്റുമായിരിക്കും, എന്റെ നിത്യത തടയാൻ നിന്നെ കൊണ്ട് പറ്റില്ലല്ലോ. സഹോദരന്മാരെ, സഹോദരിമാരെ, മുഴ മാറുന്നല്ല ഇവിടെ വലിയ കാര്യം. അത്ഭുതങ്ങൾ നടക്കട്ടെ ഇന്ന് രാത്രിയിലും നമ്മുടെ നടുവിൽ കർത്താവ് ചെയ്യട്ടെ. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതങ്ങളെ ഒന്നും പ്രസംഗ വിഷയാക്കിയില്ല കേട്ടോ. അത്ഭുതങ്ങളെ പ്രസംഗ വിഷയാക്കിയില്ല. ഇന്ന് ചിലത് നടക്കാൻ പോവാ, ഞാൻ ലാസറിനെ ഉയർപ്പിക്കാൻ പോവാ, ചിലത് വെളിപ്പെടാൻ പോവാ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഇപ്പൊ ഈ കല്ല് മാറാൻ പോവാണെന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. അത്ഭുതങ്ങൾ ചെയ്തു, ദൈവരാജ്യം പ്രസംഗിച്ചു. ഇത് ശരീര സംരക്ഷണത്തിന്റെ മാർഗമല്ല എന്ന് യേശുവാണ് മാതൃക കാട്ടിത്തന്നത്. തന്റെ ശരീരം സംരക്ഷിച്ചല്ല സ്നേഹിച്ചത്, തന്റെ ശരീരം തകർത്താണ് അവൻ നമ്മളെ സ്നേഹിച്ചത്. ഇതിനെ പ്രതി നിങ്ങൾ വേദനപ്പെടാൻ പാടില്ല. നിങ്ങളുടെ ആത്മീയ ജീവിതം നിയന്ത്രിക്കേണ്ടത് നിങ്ങളുടെ കഷ്ടങ്ങളോ രോഗങ്ങളൊന്നുമല്ല. അതിനെ സാരമില്ലെന്നെണ്ണണം, അത് സാരമില്ലെന്നെണ്ണണം. കാരണം നമ്മുടെ മേലൊരു തേജസ്സ് വെളിപ്പെടാനുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 52-ാമത്തെ വാക്യം. അവൻ ശരീരത്തിലെ പ്രത്യാശ. 1 കൊരിന്ത്യർ ലേഖനം 15-52-53. ആ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും എന്ത് ചെയ്യും? ധരിക്കണം. ഹല്ലേലൂയ. നമ്മൾ പൊന്നുപോലെ, നമ്മൾ ഒരു മുള്ളു പോലും കൊള്ളാതെ, ഒരു പനി വരാതെ, ഒരു ക്ലേശവും സംഭവിക്കാതെ ഈ ബോഡിയെ നമ്മൾ മാക്സിമം സൂക്ഷിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകണം. നമ്മൾ വായിച്ചിരുന്നു 15-19, ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്നാൽ ഈ ആയുസ്സല്ല ഇവിടെ തീരുന്നത്. ആത്മീയ ജീവിതം, ഇതിനപ്പുറം ഒരു യാത്രയുണ്ട്, ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്. ഈ ദ്രവത്വമുള്ള മണ്ണിലേക്ക് മടങ്ങിച്ചേരുമ്പോൾ ഈ ദ്രവത്വമായത് അദ്രവത്വത്തെ ധരിക്കുന്ന ഒരു നിമിഷമുണ്ട്. തിരുസഭ മനസ്സിലാക്ക്, അത് വിദൂരമല്ല. ഹല്ലേലൂയ. ഇതിന്റെ പ്രത്യാശ എന്നാന്നറിയോ? മണ്ണോട് ചേർന്നാൽ കാഹളത്തിന്റെ ധ്വനി കേൾക്കുമ്പോൾ 1 തെസ്സലോനിക്യ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ. ആമേൻ. നമ്മളൊക്കെ പ്രത്യാശയോടെ പറയുന്നൊരു വാചകമാണല്ലോ. 1 തെസ്സലോനിക്യ 4:16-17 കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം എന്ത് ചെയ്യും? രൂപാന്തരപ്പെടും. മരിച്ചു മൺമറഞ്ഞവർക്ക് ആമേൻ ഒരു ഉയർപ്പ് സാധ്യമാകുമ്പോൾ ജീവനോടുള്ളവർ ഈ ബോഡിയോടെ പോവുകയല്ല. ഷുഗർ ഇല്ലാതെ, പ്രഷർ ഇല്ലാതെ, ബന്ധനമില്ലാതെ, പോരാട്ടമില്ലാതെ നമ്മൾ പൊന്നുപോലെ നോക്കിയ ഈ ബോഡി അങ്ങനെ പറക്കുകയല്ല. ഇത് രൂപാന്തരം പ്രാപിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. അത് വിദൂരമല്ല പ്രിയരേ. ആത്മീയത കൊണ്ടും ആരാധന കൊണ്ടും കണ്ണുനീര് കൊണ്ടും പ്രവചനം കൊണ്ടും ദൂത് കൊണ്ടും വെളിപ്പാട് കൊണ്ടും വചനം കൊണ്ടും ജഡത്തെ പോഷിപ്പിച്ചിട്ട് ദ്രവത്വമുള്ളതിന്റെ മീതെ അദ്രവത്വമുള്ളത് അധികാരം നടത്തുന്ന, ആമേൻ, ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കുന്ന ആ ശുഭദിനത്തെ പ്രതീക്ഷിക്കാതെ ആത്മീയത കൊണ്ട് ജഡത്തെ സുഖിപ്പിച്ച്, ആത്മീയത കൊണ്ട് ജഡ സംരക്ഷിച്ച് ഒരു ചെറുജീവനം നയിച്ച് ഇവിടെ നശിക്കാനല്ല, പറന്നുയരാനുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാകട്ടെ. ചേർന്ന് രാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ വരവ് ആമേൻ ഇനി അധിക ദൂരമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, നമ്മൾ അധികാലം എന്നീ കണ്ണുനീരൊന്നും വഹിച്ചു തുടരാൻ അവൻ സമ്മതിക്കത്തില്ല. ഈ കണ്ണുനീരില്ലാത്തൊരു നാട്ടിലേക്ക് നമുക്ക് പറക്കാൻ സമയമായി. ശരീരത്തിൻ്റെ പ്രത്യാശയാണ് ഇന്ന് രാത്രിയിലെ പ്രധാനപ്പെട്ട വിഷയമായി നമ്മളിവിടെ നിർത്തുന്നത്. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പൗലോസ് ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ആമേൻ. ശൂലം അല്ലേ, ശൂലത്തെക്കുറിച്ച്, ശൂലത്തിന് വേണ്ടി പൗലോസ് എത്ര വട്ടം പ്രാർത്ഥിച്ചു? ശൂലത്തിന് വേണ്ടി എത്ര വട്ടം പ്രാർത്ഥിച്ചു? ഞാൻ ഇന്നലെ തീരുമാനിച്ച എങ്കിലും അങ്ങ് ചോദിക്കുകയാണ്, എൻ്റെ ഒരു സന്തോഷത്തിനങ്ങ് ചോദിക്കുകയാണ്. അങ്ങനെ ശീലിച്ചു പോയതുകൊണ്ട് ചോദിക്കുകയാണ്, എത്ര വട്ടം പ്രാർത്ഥിച്ചു? സ്വതന്ത്രം. ആബ്സെൻ്റ് ആയ കുട്ടികളൊന്നും മിണ്ടുന്നേ ഇല്ല. സ്വതന്ത്രം. ആമേൻ. 3 വട്ടം പ്രാർത്ഥിച്ചു അല്ലേ? ഇന്നലെ നമ്മൾ ആ ഭാഗം പറഞ്ഞു, എത്രത്തോളം ക്ലേശം ആ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് അല്ലേ? നാറ്റം വമിക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന ഇത്രയേറെ ക്ലേശം മാറാൻ എത്ര വട്ടം പ്രാർത്ഥിച്ചു? തൻ്റെ ജഡത്തിൻ്റെ ക്ലേശങ്ങൾ മാറാൻ 3 വട്ടം പ്രാർത്ഥിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഇച്ചിരൂടെ നല്ലത് ഇത്രയേറെ വിഷയങ്ങൾ 3 വട്ടമേ പ്രാർത്ഥിച്ചുള്ളൂ. നമ്മൾ 3 ആണോ? നമുക്ക് ഇന്നും ഒരു ജലദോഷത്തിന് പ്രാർത്ഥിക്കാൻ 4 വോയിസ് ക്ലിപ്പെങ്കിലും ഇടണ്ടേ? എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു 3 വോയിസ് ക്ലിപ്പെങ്കിലും ഇടാതെ നമുക്ക് സമാധാനം വരുമോ? പിന്നെ ആ വോയിസ് ക്ലിപ്പിന്റെ പേര് പിണക്കം. കണ്ടവര് അവൻ കൈകൂപ്പിയില്ല. സ്വത്രം. അവര് പ്രതികരിച്ചില്ല, മൈൻഡ് ചെയ്തില്ല. സ്വത്രം. അവൻ ആ കരയുന്ന ഇമോജി ഇട്ടത് മാർക്കറ്റിൽ വെച്ചോട്ടാ. നമ്മൾ വിചാരിക്കും നമുക്ക് വേണ്ടി പൊട്ടി കരയുമായിരിക്കും. നല്ല സ്വത്രം പറഞ്ഞാട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ. ഇത്രയും വലിയ വിഷയം മാറാൻ 3 കരഞ്ഞുള്ളൂ. ഇത്രയും വലിയ പ്രശ്നം മാറാൻ 3 കരഞ്ഞുള്ളൂ. എന്നാൽ അതേ പൗലോസ് പറഞ്ഞു, ഞാൻ രാവും പകലും കണ്ണീർ വാർത്തും കൊണ്ട്. അതെന്തിനു വേണ്ടിയാ? ശൂലത്തിന് വേണ്ടിയല്ല, തൻ്റെ മേലുള്ള നിയോഗത്തിന് വേണ്ടി, തൻ്റെ ജനത്തിന് വേണ്ടി. ആമേൻ. തൻ്റെ വേലയാൽ രൂപപ്പെട്ട ജനത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ആത്മീയതയ്ക്ക് വേണ്ടി, ശരീരത്തിന് വേണ്ടി 3 വട്ടം, ആത്മീയതയ്ക്ക് വേണ്ടി രാവും പകലും. നമ്മൾ നേരെ തിരിച്ചാ. ആത്മീയത്തിന് വേണ്ടി 3 വട്ടം, ശരീരത്തിന് വേണ്ടി രാവും പകലും. കർത്താവിനെ ദുർവിനിയോഗം ചെയ്യില്ല കേട്ടോ. ആത്മീയ വിഷയങ്ങളെ, ശുശ്രൂഷകളെ ദുർവിനിയോഗം ചെയ്യരുത്. ആമേൻ. കൃപ തോന്നി എന്തേലും പറയുന്നതിനോടൊക്കെ ആമേൻ. ഈ തത്തയെ കൊണ്ട് കാരടിപ്പിക്കുന്ന പോലെ വിളിച്ചിരുത്തി, നാളെ എന്താ മോനെ, എവിടെ വിടണം, എങ്ങോട്ട് വിടണം, അങ്ങോട്ട് അയക്കണോ ഇങ്ങോട്ട് അയക്കണോ എന്നൊക്കെ ചോദിച്ച് ചിലർ നിങ്ങൾ വിളിക്കുന്നുണ്ടങ്ങ് പറയുന്ന. സ്വതന്ത്രം പറഞ്ഞാട്ടെ. നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രവചനം കേൾക്കരുതെന്നല്ല, അതെല്ലാം ദൈവം അതാത് സമയങ്ങൾ നമുക്ക് ആവശ്യമുള്ളതിനെ നമ്മുടെ അരികിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. പക്ഷെ ആത്യന്തികമായ വിഷയം അവൻ്റെ വരവിനായി ഒരുങ്ങുക എന്നുള്ളതാണ്. ഈ ശരീരത്തിലെ ക്ലേശങ്ങൾ നിങ്ങളെ തളർത്താൻ പാടില്ല. നമ്മളിതിൻ്റെ അതിപ്രധാനമായ ഭാഗം നാളെ രാത്രിയിൽ സംസാരിക്കുമല്ലോ. ആമേൻ. നമുക്കിവിടെ വാക്കുകൾ അവസാനിപ്പിക്കുക. ദൈവമക്കളെ, ഒറ്റ കാര്യം, ഈ രോഗത്തിലെ ക്ലേശങ്ങൾ നിങ്ങളെ തകർക്കാൻ പാടില്ല. പറന്നുയരാൻ സമയമായി. ഈ പൂർവ്വഭക്തന്മാരെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്. 11:32 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ അവൻ പഴയ നിയമ ചരിത്രങ്ങളെയും പഴയ നിയമ ഭക്തന്മാരെയും ഓർമ്മപ്പെടുത്തിയിട്ട് അവരുടെ ഒരു വലിയ മനോഭാവം 35-ാമത്തെ വാക്യം 11:35 ഇങ്ങനെ പറയുന്നുണ്ട്. അതിന്റെ ബി പാർട്ട്, 11-ന്റെ ബി പാർട്ട്. ആമേൻ. മറ്റു ചിലർ ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ അവർ ഭേദ്യമേറ്റു. ജടയാടുകളുടെ കോലാടുകളെ നമ്മളെ പോലെ പനിയും ജലദോഷവും BP മുഴയും മുടന്തുമൊന്നുമല്ല. ആമേൻ. ഈർച്ചവാള് മുന്നിൽ നിൽക്കുകയാണ്, വാളാൽ കൊല്ലപ്പെടുകയാണ്. ജടയാടുകളുടെ കോലാടുകളുടെയും തോൾ ധരിക്കേണ്ടി വരികയാണ്. ഈ കഷ്ടങ്ങളുടെ നടുവിൽ പൂർവഭക്തന്മാര് പറയുക, പഴയ നിയമഭക്തന്മാര് പറയുക, ഞങ്ങൾക്ക് ഉദ്ധാരണം വേണ്ടെന്ന്. ഉദ്ധാരണം എന്ന് പറഞ്ഞാൽ വിടുതൽ വേണ്ട, ഏറ്റവും നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പ് അവർക്ക് ആവശ്യം. എന്നിട്ട് അവിടെ പറയാണ്, അവർ ഉദ്ധാരണം കൈക്കൊണ്ടില്ല.
അച്ഛാ, ഉദ്ധാരണം കൈക്കൊണ്ടില്ലെന്ന് പറഞ്ഞാൽ അവർ വിടുതൽ സ്വീകരിച്ചില്ലെന്ന്. തമിഴ് പറയുന്നത് ഇങ്ങനെ, അവർ വിടുതலை പെற்றுക്കൊള്ളാമൽ, അവർ വിടുതலை പെற்றுക്കൊള്ളവർക്ക് സമ്മതിയാമൽ, അവർക്ക് വിടുതൽ സ്വീകരിക്കാൻ സമ്മതം അല്ലായിരുന്നെന്ന്. നമുക്ക് എന്തേലും ഇച്ചിരി സമ്മതം ഉണ്ടേ അതിനേ ഉള്ളൂ. വിശുദ്ധ ജീവിതമൊക്കെ പിന്നെ. ഉപദേശം പറഞ്ഞാൽ അവനെ പടിക്കടിച്ച് പുറത്തളയും, പ്രവചനം പറഞ്ഞ അവനെ പൊന്നുപോലെ സൂക്ഷിക്കും. മോനെ, മോളെ, ചക്കരെ, പൊന്നെ എന്നൊക്കെ പറഞ്ഞ് അകത്ത് വന്ന് സുഖിപ്പിച്ച ആളെ കയ്യിലെടുക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്ക്, നമ്മൾ അതിലൊന്നും ആനന്ദം കൊള്ളാനല്ല. അതിനപ്പുറം നിങ്ങൾ നോക്കിയ മറ്റ് ചിലർ ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊണ്ടില്ലെന്ന്. ഞാൻ പറയാം, മുന്നടന്നവരൊക്കെ കൈക്കൊള്ളാതെ അത് റിജക്റ്റ് ചെയ്ത ഐറ്റമാണ് ഇന്ന് ആത്മീയ വേദികളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. നമുക്കങ്ങ് എഴുന്നേക്കാം. ആമേൻ. അങ്ങനെ പറഞ്ഞു തുടങ്ങി തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഒരുമിച്ചൊരു പാട്ടിൽ ചില ഈരടികൾ ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. നമ്മുടെ കഷ്ടങ്ങൾ തീരുന്നൊരു കാലം, ഹല്ലേലൂയ, ഇനി അതിവിദൂരമല്ല. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആ രോഗം ഞാൻ വീണ്ടും പല ആവർത്തി പറയുന്നൊരു വാക്ക് ഞാൻ വീണ്ടും ഇന്ന് രാത്രിയും ആവർത്തിക്കുകയാണ്. ആ രോഗങ്ങളിൽ നിന്ന് കണ്ണുമാറ്റ്, ആ കഷ്ടങ്ങളിൽ നിന്ന് കണ്ണുമാറ്റ്, ആ കടഭാരത്തിൽ നിന്ന് കണ്ണുമാറ്റ്. ശരീരത്തിന്റെ അവസ്ഥ നോക്കി നിങ്ങൾ വേദനപ്പെടണ്ട. ഇതിനൊരു പ്രത്യാശയുണ്ട്, ഇതിനൊരു പ്രത്യാശയുണ്ട്. ഒരു രൂപാന്തരം വെച്ചിട്ടുണ്ട്. നമ്മൾ പറന്നുയരും. രോഗമില്ലാത്ത, കഷ്ടതയില്ലാത്ത, കണ്ണീരില്ലാത്ത ഒരു നിത്യ തേജസ്സിന്റെ അനുഭവം. അത് പ്രാപിക്കണമെങ്കിൽ സൗഖ്യത്തിന്റെ കണക്ക് പറഞ്ഞാൽ പോരാ. വിശുദ്ധ ജീവിതം അനിവാര്യമാണ്. ആത്മനിറവിന്റെ ജീവിതം അനിവാര്യമാണ്. ക്ഷീണം മറന്ന്, വേദന മറന്ന് ആത്മനിറവിന്റെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുക. ആ കരങ്ങൾ ചേർത്തടിച്ച് നമുക്ക് ഒരുമിച്ച് ഒരു പാട്ടിന്റെ ഈരടികൾ ചേർന്ന് പാടി. എൻ പ്രയാണകാലം നാലുവിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. എൻ പ്രയാണകാലം നാലുവിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോട് ചേരും, എന്നും വിശ്രമിച്ചിടും. ഞാൻ പറന്നു വേഗം പ്രിയനോട് ചേരും, മഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വപുരമാണ് എന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വപുരമാണ് എന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. പാളയത്തിനപ്പുറത്ത് കഷ്ടമേൽക്കുക, പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമക്കാം. പാളയത്തിനപ്പുറത്ത് കഷ്ടമേൽക്കുക, പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമക്കാം. നിൽക്കും നഗരമില്ലേ വീട്, പോർക്കളത്തിൽ അത്രേ നാം നിൽക്ക വേണ്ട. പോർ ഒരു യാത്ര തുടരാം, വേഗം യാത്ര തുടരാം. നിൽക്കും നഗരമില്ലേ വീട്, പോർക്കളത്തിൽ അത്രേ നാം നിൽക്ക വേണ്ട. പോർ ഒരു യാത്ര തുടരാം, വേഗം യാത്ര തുടരാം. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വപുരമാണ് എന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വപുരമാണ് എന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. നാട് വിട്ടു, വീട് വിട്ടു, നാമധേയ കൂട്ടം വിട്ടു, കാഠിന്യമാം ശോധനയെ ധ്യാനം ചെയ്തോരാ. നാട് വിട്ടു, വീട് വിട്ടു, നാമധേയ കൂട്ടം വിട്ടു, കാഠിന്യമാം ശോധനയെ ധ്യാനം ചെയ്തോരാ. കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചെന്ന നാടാം, കാരുണ്യവാൻ പണിയടിച്ച കൊട്ടാരം തന്നെ, ആ കൊട്ടാരം തന്നെ. കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചെന്ന നാടാം, കാരുണ്യവാൻ പണിയടിച്ച കൊട്ടാരം തന്നെ, ആ കൊട്ടാരം തന്നെ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വപുരമാണ് എന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. ആമേൻ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വപുരമാണ് എന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. ഓ മുത്തുമായ മാവിളങ്ങും പട്ടണമാണാണ് പുത്രനുരത്തെ പ്രശോഭിതം. മുത്തുമയമായി വിളങ്ങും പട്ടണമാണാണ് പുത്രനുരത്തെ
ശോഭിതം വീട് സ്വച്ഛ സ്ഫടിക തുല്യം തങ്ക നിർമ്മിതം പട്ടണമാതിന്റെ ഭംഗി ഭംഗ്യമല്ലവോ ഭംഗി ഭംഗ്യമല്ലവോ വീട് സ്വച്ഛ സ്ഫടിക തുല്യം തങ്ക നിർമ്മിതം പട്ടണമാതിന്റെ ഭംഗി ഭംഗ്യമല്ലവോ ഭംഗി ഭംഗ്യമല്ലവോ അമ്പേനപ്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സുപുരമാണ് എന്റെ നിത്യമാം വീട് എന്റെ നിത്യമാം വീട് അമ്പേനപ്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സുപുരമാണ് എന്റെ നിത്യമാം വീട് എന്റെ നിത്യമാം വീട് ഓ പാവനമ പട്ടണത്തിൽ ആര് കടന്നിടും പാവനറ്റ ജീവിതം നയിച്ചവരല്ലോ പാവനമ പട്ടണത്തിൽ ആര് കടന്നിടും പാവമറ്റ ജീവിതം നയിച്ചവരല്ലോ നീതിയായി നടന്നു പേർ പറഞ്ഞു മണ്ണിൽ ആധിപത്യമുള്ള മണവാട്ടി മാത്രമേ മണവാട്ടി മാത്രമേ ഓ നീതിയായി നടന്നു പേർ പറഞ്ഞു മണ്ണിൽ ആധിപത്യമുള്ള മണവാട്ടി മാത്രമേ മണവാട്ടി മാത്രമേ അഭിനന്ദകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സദൂരമാണ് എന്റെ നിത്യമാം വീട് എന്റെ നിത്യമാം വീട് അഭിനന്ദകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സദൂരമാണ് എന്റെ നിത്യമാം വീട് എന്റെ നിത്യമാം വീട് എൻ പ്രയാണകാലം 4 വീതം നീളം 1000 പ്രതാപം കഷ്ടത മാത്രം എൻ പ്രയാണകാലം 4 വീതം നീളം 1000 പ്രതാപം കഷ്ടത മാത്രം ഞാൻ പറന്നു വേഗം പ്രിയനോട് ചേരും ഞാൻ പറന്നു വേഗം പ്രിയനോട് ചേരും മഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും എന്നും വിശ്രമിച്ചിടും ഓരകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സുപുരമാണ് എന്റെ നിത്യമാം വീട് എന്റെ നിത്യമാം വീട് അവനകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സുപുരമാണ് എന്റെ നിത്യമാം വീട് എന്റെ നിത്യമാം വീട് അവനകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സുപുരമാണ് എന്റെ നിത്യമാം വീട് എന്റെ നിത്യമാം വീട്